സാർ നമസ്കാരം. നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാർ നാളത്തേക്ക് 100 ദിവസം പിന്നിടുന്നു. 100 ദിവസം എന്ന് പറയുമ്പോൾ ഒരു സർക്കാരിനെ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം ആകുന്നില്ല. എങ്കിലും UDF മുന്നോട്ട് വച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട് പ്രകടന പത്രികയിൽ. UDF കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ പ്രിയദർശിനി എന്ന സൗജന്യ യാത്ര അനുവദിക്കും എന്ന് പറഞ്ഞു. അത് സർക്കാർ അധികാരത്തിൽ വന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചു. ഇന്നിപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര വിജയകരമായി തന്നെ കേരളത്തിലെ സ്ത്രീകൾ കൊണ്ടാടുന്നു, ഇത് ഏറ്റെടുത്തിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങൾ പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടായെങ്കിലും അതിൻ്റെ എല്ലാം നാവടപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് മുന്നോട്ട് പോകാനായി. മാത്രമല്ല, ആശാവർക്കർമാരുടെ സമരം നടക്കുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ ആ സമരപന്തലിൽ ചെന്നുകൊണ്ട് അവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. UDF സർക്കാരിന് അധികാരത്തിൽ വരാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടുണ്ടാവും, അതിന് യാതൊരു തർക്കമില്ല, എൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞത്. വാക്ക് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല എന്ന് കൂടെ പറയുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അധികാരത്തിൽ വന്ന് ആദ്യമെടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടിക്കൊടുക്കുന്നത്. കാര്യമായ രീതിയിൽ വലിയൊരു വർധനവ് നടത്താൻ സാധിക്കുന്നില്ല ഇപ്പോഴത്തെ ഘട്ടത്തിൽ. എന്നാൽ ഒന്നാം ഘട്ടം എന്ന രീതിയിൽ നിങ്ങൾക്ക് ആശ്വാസകരമായി ഒരു തുക നൽകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അംഗൻവാടി ടീച്ചർമാർക്കും ഈ ആനുകൂല്യം കൊടുത്തു. അത് പ്ലസ് പോയിൻ്റാണ്. വി.ഡി. സതീശൻ്റെ സർക്കാരിൻ്റെ തുടക്കത്തിൽ കിട്ടിയ വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. എന്നാൽ ഇതുപോലെ തന്നെയായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതുപോലെ വീര്യം കുറഞ്ഞ മദ്യത്തിൽ നികുതി ഏർപ്പെടുത്തുന്ന കാര്യത്തിലുമെല്ലാം വി.ഡി. സതീശൻ സർക്കാർ കുറച്ചൊക്കെ പഴി കേൾക്കേണ്ടതായി വന്നു. UDFനകത്തു നിന്നും വി.ഡി. സതീശന് അക്കാര്യത്തിൽ ചില അസ്വാരസ്യങ്ങൾ നേരിടേണ്ടതായി വന്നു. എന്നാൽ ലോകോത്തരമായ ഒരു തുറമുഖ ഹബ്ബായി വിഴിഞ്ഞത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാവനയുമായി അതിനുള്ള പദ്ധതികളുമായി വി.ഡി. സതീശൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ വിലയിരുത്താൻ നമുക്ക് ഈ 100 ദിവസം കൊണ്ട് സാധിക്കുന്നില്ല. എങ്കിലും വി.ഡി. സതീശൻ സർക്കാർ ജനകീയ സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? വി.ഡി. സതീശൻ സർക്കാർ നിലവിൽ വന്ന ദിവസം മുതൽ നമ്മൾക്ക് നേരിട്ട് ദർശിക്കാവുന്ന ഒരു മാറ്റം ഇവിടെ ജനാധിപത്യ രീതിയിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായി എന്നുള്ളതാണ്. മുമ്പ് പിണറായി വിജയൻ ഭരിച്ചിരുന്ന കാലത്ത് കേരളത്തിൽ അദ്ദേഹം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തിയിരുന്ന 41 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ, ആംബുലൻസിൻ്റെയും അതേപോലെ ഫയർ സർവീസിൻ്റെ സഹായത്തോടെ ജനങ്ങളെ ബന്ദിയാക്കി നിർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായി എന്നുള്ളതാണ് കേരളത്തിലുണ്ടായ ആദ്യത്തെ ജനാധിപത്യപരമായ മാറ്റം. അതിൽ ജനങ്ങൾ വളരെ സന്തോഷവാന്മാരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 100 ദിവസത്തെ നേട്ടങ്ങളൊന്നായി ഞാൻ കാണുന്നത്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് ചെന്ന് സംസാരിക്കാം എന്നുള്ള അവസ്ഥ വരിക എന്നുള്ളത് തീർച്ചയായും വലിയ മാറ്റമാണ്. ഞാൻ നേരിട്ട് അത് കാണുകയാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തായ ഒരു ആളുടെ മകളുടെ കല്യാണത്തിൽ, അജയ് തറയലിൻ്റെ മകൻ്റെ കല്യാണത്തിൽ ഞാൻ പങ്കെടുക്കാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ 100 കണക്കിന് ആളുകളാണ് വി.ഡി. സതീശൻ്റെ അടുത്ത് ചുറ്റും കൂടി. ഓരോരുത്തരും അദ്ദേഹം തന്നെ എടുത്ത് വീഡിയോ എടുത്ത് കൊടുക്കുകയാണ്, സെൽഫി എടുത്ത് കൊടുക്കുകയാണ്. അത്രയും ജനങ്ങളുമായി അടുത്ത ഒരു ആളാണ് ആര്, വി.ഡി. സതീശൻ. അതിൽ അദ്ദേഹം ഏറ്റവും എടുത്ത മാറ്റം എന്ന് പറയുന്നത്, അതായത് ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ മന്ത്രിസഭയിലേക്ക് മന്ത്രിമാരെ കാണാനോ അധികാര കേന്ദ്രങ്ങളിൽ പോകുന്ന ഒരു തടസ്സവുമില്ല. ഞാൻ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നിൽക്കുന്ന ഒരാളാണ്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ആളാണ്, അത് പരിഹരിക്കാൻ തയ്യാറുള്ള ആളാണ് എന്നുള്ള ഒരു സമീപനം വന്നത് തന്നെയാണ് ആദ്യത്തെ ജനകീയ മാറ്റം എന്ന് പറയുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്നത് ഒരു ഭീകരൻ, ഒരു ഏകാധിപതി നടത്തിയ ഒരു ഭരണമാണെന്നും ഇപ്പോൾ ഉള്ളത് ജനാധിപത്യ ഭരണമാണെന്നും വേർതിരിച്ച് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 100 ദിവസത്തെ നേട്ടങ്ങൾ ഒന്നാമതായി നമ്മൾ കാണേണ്ടത്. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നേരത്തെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വിഷമിച്ചിരുന്ന ഒരു കാര്യമാണ് ആശാവർക്കർമാരുടെ സമരം, അതേപോലെ കേരളയിൽ സമരത്തിൽ പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുള്ള ആളുകളുടെ വിഷമങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുത്ത് കേരളയിൽ ഇനി നടപ്പിലാക്കില്ല,
ആശാ വർക്കർമാർക്ക് 3000 രൂപ ഓണറേറിയം കൂട്ടിക്കൊടുക്കുകയാണ് എന്ന് പറയുന്ന ഒരു സമീപനം അദ്ദേഹം എടുത്തത് വലിയ നേട്ടമായിട്ട് തന്നെ വേണം കാണാൻ. കാരണം ആശാവർക്കന്മാരുടെ സമരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇടുത്തി പോലെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ തലമുടി മുണ്ടനം ചെയ്ത് അവരുടെ ആർത്ത് നിലവിളിച്ചുള്ള കരച്ചിലുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ആഞ്ഞു പതിച്ചിട്ടുള്ള ഒരു രോദനമാണ്. ആ രോദനം കാണാൻ നമുക്ക് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല, ഭരണാധികാരികൾ ഉണ്ടായിരുന്നില്ല. അവർ ഭീകരമായ ഇരുമറയ്ക്കുള്ളിൽ നിന്ന് ഇതെല്ലാം കണ്ട് ജനങ്ങളുടെ ആ കരച്ചിൽ കണ്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അവിടെ അവർ കരയട്ടെ, അവർ വിഷമിക്കട്ടെ, മഴ കൊള്ളട്ടെ, വെയിൽ കൊള്ളട്ടെ എന്നുള്ള നിലപാടായിരുന്നു. അത് പകരം വി.ഡി. സതീശൻ ആദ്യ ദിവസം തന്നെ, ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആ നിലപാടെടുക്കുകയും അവരെ ആശ്വസിപ്പിക്കാവുന്ന ആദ്യത്തെ ഒരു വർധനവുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന ജനാധിപത്യ വിജയമായി നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളയിൽ ജനങ്ങളുടെ നെഞ്ചത്തൂടെ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കേരളയിൽ എന്ന് പറയുന്ന ആഭാസപരമായ ഒരു കാര്യം, പിണറായി വിജയന് 1 ലക്ഷം കോടി രൂപ അതിന് ചെലവാക്കി 10-25,000 കോടി രൂപ കമ്മീഷൻ അടിച്ചു മാറ്റണം എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്ന അതിവേഗ റെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ മുച്ചോടും പ്രകൃതിയെ പോലും നശിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതി വേണ്ട എന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തതും വി.ഡി. സതീശൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് കാണാൻ പറ്റും. അതിലുപരിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഓരോ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത് ജനങ്ങളുമായി ചേർന്നുകൊണ്ടാണ്, ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. PM ശ്രീ പദ്ധതിയിൽ പല സംശയങ്ങളും ഇപ്പോഴും നിലവിലുണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് ഇവിടെ കേരളത്തിന് കിട്ടേണ്ട ഫണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. അതേ സമയത്ത് അവർ പറയുന്ന ചില അടിച്ചേൽപ്പിക്കൽ നമ്മൾ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആവശ്യമില്ലാതെ കേന്ദ്രത്തോട് ഏറ്റുമുട്ടാനോ അല്ല ആവശ്യമില്ലാതെ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ശ്രമിക്കാതെ അതേസമയത്ത് കേന്ദ്രവുമായി യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്നാൽ പിണറായി വിജയൻ ചെയ്യുന്നത് എന്താണ്? കേന്ദ്രം പറയുന്ന എന്തോ അടിച്ച് തയ്യാറാണ്, ഞങ്ങൾ എന്തോ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള നിലപാടാണ്. കാരണം അദ്ദേഹത്തിന് ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും മകളും ഭാര്യയും എല്ലാം ജയിലിൽ പോകേണ്ടി വരും. ഇപ്പം പോയി മരുമോന്റെ സുഹൃത്തുക്കളടക്കം ജയിലിൽ പോകേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതൊക്കെ തന്നെ സപ്രസ് ചെയ്ത് വെക്കുന്ന ലാവ്ലിൻ കേസ് അടക്കമുള്ള കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി അടക്കം, അതായത് സ്വർണ്ണക്കടത്ത് കേസ്, ഡോളർ കടത്ത് കേസ്, അങ്ങനെ നിരവധി കേസുകളിൽ, അതേപോലെ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കേസ് എല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബന്ധമായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. അന്നും PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ അത് എന്തായാലും കുഴപ്പമില്ല, ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ എന്നെ ഒന്നും ഉപദ്രവിക്കാതിരുന്നാൽ മതി, എൻ്റെ കുടുംബത്തെ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്നുള്ളത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു പാർട്ടിയെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം കാര്യങ്ങൾ നേടുക എന്നുള്ളതായിരുന്നു ഈ ലക്ഷ്യമെങ്കിൽ ഈ ഭരണം വന്ന ശേഷം ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള വികസനമാണ് പ്രധാനം, അതിന് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി പ്രവർത്തിച്ചിട്ടുള്ളത്. വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. ഒരു ഇടവേള കാലത്ത് പിണറായി വിജയൻ്റെതാണെന്ന് പറഞ്ഞ് വലിയ പബ്ലിസിറ്റിയെ കൊടുത്തെങ്കിലും ജനങ്ങൾ അംഗീകരിച്ചില്ല. പകരം വി.ഡി. സതീശൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വലിയ പദ്ധതി കേരളം മുഴുവൻ ഒരു ഹബ്ബാക്കി മാറ്റി ഡെവലപ്പ് ചെയ്യാനാണ് പ്ലാൻ, അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ വിഴിഞ്ഞത്ത് തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന, അതേപോലെ കേരളം ലോകത്തിന്റെ മാപ്പിൽ വികസനത്തിന്റെ മാപ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്, വ്യവസായ കേന്ദ്രവുമായി മാറുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ വികസനത്തിന്റെ ഒരു പറുദീസയിലേക്ക് ജനങ്ങളുടെ മനസ്സിൽ പ്രതീക്ഷ കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതേപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൂടി വളരെ ശ്രദ്ധേയമാണ്. എന്നെപ്പറ്റി നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് മറ്റേ കൊണ്ട് അത്തരം വീഡിയോകൾ നീക്കം ചെയ്യിക്കില്ല. കാരണം എൻ്റെ സമീപനം അതല്ല, എന്നെ വിമർശിക്കണം, വിമർശനം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തുകയും ചെയ്യും. നിങ്ങൾ എനിക്കിഷ്ടപ്പെടാത്ത വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങൾ പരാതി കൊടുക്കൂ, ഞാൻ മറ്റേയോട് ഞങ്ങളും കൂടെ നിൽക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ ഭീകര ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. തനിക്കെതിരെ ആരെങ്കിലും വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത്തരക്കാരെ തുറുങ്കിലടയ്ക്കുന്ന, കള്ളക്കേസിലെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നെ പോലും 45 ദിവസമാണ് കള്ളക്കേസുകൾ കുടുക്കി അകത്താക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ലാവ്ലിൻ കേസ്
കൊണ്ടുവന്ന് പിണറായി വിജയനെ പ്രതിയാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ആള് ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് കൃത്യമായി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എന്നെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി അദ്ദേഹത്തിൻ്റെയാണ്. എന്നാൽ എന്നെ മനഃപൂർവ്വം നിരന്തരമായി കള്ളക്കേസെടുക്കാൻ വേട്ടയാడు. കഴിഞ്ഞ ഓണക്കാലത്ത് വരെ നമുക്കെതിരെ ഒരു പോലീസ് വേട്ട ഉണ്ടായിരുന്നു, അത് മറക്കാൻ പറ്റില്ല. നമുക്ക് രാത്രിയും പകലും ഇല്ലാത്ത വേട്ടയായിരുന്നു. എന്തെങ്കിലും ഒരു വാർത്ത അവരെ എതിരെ വന്നാൽ ഓഫീസ് വരിക, ക്യാമറ എടുക്കുക, ഇതൊക്കെയായിരുന്നു. അതാണ് പിണറായി വിജയന്റെ ജനാധിപത്യമെങ്കിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. കാരണം ആ പത്രക്കാരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയൊക്കെ ആ നഷ്ടപ്പെടാത്ത ജനാധിപത്യ ബോധം നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കല്ല, തെറ്റുകൾ കണ്ടാൽ ആഞ്ഞടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ശൈലി. ആ ശൈലി നിലനിർത്തുമ്പോൾ തന്നെ ഇത്തരത്തിൽ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ 100 ദിവസത്തെ നേട്ടം എന്ന് പറയുന്നത് ചെറിയ നേട്ടമല്ല. നിങ്ങൾക്ക് സത്യസന്ധമായി ശ്വസിക്കാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നു, സംസാരിക്കാനുള്ള അവകാശം കിട്ടിയിരിക്കുന്നു. അതുപോലെ നാട് വികസിക്കാനുള്ള ഒരു ത്വര നമ്മളെ എല്ലാ ഭാഗത്തും കാണുന്നു. ഇത് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. അത് 100 ദിവസം കൊണ്ട് എത്ര പറ്റുമെങ്കിൽ തീർച്ചയായും വലിയൊരു വികസനം ആണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത്. വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ 5 ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് പിണറായി വിജയൻ കൊണ്ട് തള്ളിയിട്ടതെന്ന് ഓർക്കേണ്ടതുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. വി ഡി സതീശന്റെ ഗവൺമെന്റ് യാത്ര തുടങ്ങുന്നത്. ഇത് നമ്മളേത് എന്ന് ചിന്തിക്കുന്നത് അദ്ദേഹം ചെയ്യുന്നതെല്ലാം നമ്മുടെ മനസ്സിൽ ചിന്താഗതിയുള്ള കാര്യങ്ങളാണ്. ഇവിടെ നാട് ജനാധിപത്യ രീതിയിൽ നടക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അത് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ഈ 100 ദിവസം അദ്ദേഹത്തിന് തീർച്ചയായും അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതേപോലെ ശക്തമായ രൂപത്തിൽ അദ്ദേഹം മുന്നോട്ട് പോകണം. കേരളത്തിനെ ഒരു വികസന പ്രതീക്ഷയാക്കി മാറ്റി ലോകത്തിലെ ഏറ്റവും വികസിത ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറണം. അത് അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്ക്.